നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒരിക്കലും യൂറോപ്പിലേക്ക് പോയിട്ട് കൈ പൊള്ളിയതാണ് വിക്ടർ റോക്കിന്. പക്ഷേ ഇപ്പോൾ യൂറോപ്യൻ വമ്പന്മാർ പയ്യൻ്റെ പിന്നാലെയാണ്. അവനെ സ്വന്തമാക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബ്ബ് ശ്രമിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് അവൻ്റെ നിലപാട്? യൂറോപ്പിലേക്ക് പോകുന്നുണ്ടോ? ബ്രസീലിയൻ മാധ്യമങ്ങൾ എന്ത് പറഞ്ഞു? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഇതാ 50 മില്യൺ യൂറോക്ക് അവനെ കൊണ്ടുപോകാൻ വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമിക്കുന്നു. അയ്യാ നമുക്കിതാ 20% അവൻ്റെ റൈറ്റ് നമ്മുടെ ടീമിൻ്റെ കയ്യിലാണ്, അതുകൊണ്ട് നമുക്കിതാ 10 മില്യൺ കിട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് FC ബാഴ്സലോണയുടെ മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള, അതായത് 1.4 മില്യൺ ഫോളോവേഴ്സുള്ള ഒരു എക്സ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിന് പറയേണ്ട വാക്ക് വേറെയാണ്. കാരണം ഈ പേജൊക്കെ ഉണ്ടല്ലോ, ഈ പറയുന്ന എക്സ് അക്കൗണ്ടൊക്കെ 1.4 മില്യൺ ഫോളോവേഴ്സാണ്. വിക്ടർ റോക്ക് അവിടെ ഉണ്ടായിരുന്ന കാലത്ത് അവൻ്റെ കരിയർ നശിപ്പിക്കുന്ന തരത്തിൽ പോസ്റ്റുകൾ ഇട്ടിട്ട് വല്ലാതെ കളിച്ചൊരു ടീമാണ്. ഇങ്ങനെ കുറേ ആളുകളുണ്ട്. വിക്ടർ റോക്ക് ബാഴ്സയിൽ ഉണ്ടായിരുന്ന സമയത്തെ ഒരു പയ്യനെ കൊണ്ടുപോയിട്ട് അവൻ്റെതല്ലാത്ത പോസ്റ്റിൽ കളിപ്പിച്ച് നശിപ്പിച്ച് പറഞ്ഞു വിട്ടിട്ട് 20% അവൻ്റെ റൈറ്റ് നമുക്കാണ്, അതുകൊണ്ട് അവനിപ്പോൾ നന്നായി കളിച്ച് തെളിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കിതാ പൈസ കിട്ടാൻ പോകുന്നു, ക്യാഷ് കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് ചാടിക്കളിക്കാൻ നാണമുണ്ടേ. എന്തൊക്കെയാണ്. ഏതായാലും ആ പയ്യൻ മികച്ച രൂപത്തിൽ ഇപ്പോൾ കളിക്കുന്നുണ്ട് മാഞ്ചസ്റ്റർ കാരണം ഇതിൻ്റെ ഒരു ട്രോമ വല്ലാത്തതായിരുന്നു. അത് അവൻ തുറന്നു പറയുന്നുണ്ട്. ബാഴ്സലോണയിൽ നിന്ന് കിട്ടിയ ട്രോമ വല്ലാത്തതായിരുന്നു. എന്നിട്ട് അവൻ്റെ കളി തന്നെ അങ്ങ് ഇല്ലാതായിപ്പോയി. പാൽമറാസ് ചേർന്നിട്ട് തുടക്കത്തിൽ അവിടുത്തെ കോച്ച് പറയുകയാണ് തൻ്റെ പുറത്ത് വലിയ ഭാരം കെട്ടിവെച്ച പോലെയാണ് അവൻ കളിക്കുന്നതെന്ന്. ക്ലബ്ബ് വേൾഡ് കപ്പിലൊക്കെ അതായിരുന്നു അവസ്ഥ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ട്രാക്കിലായി ഗോളടിച്ച് വരുന്നുണ്ട്. ആഞ്ചലോട്ടി ടീമിലേക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ R9 പകരം ഒരാളെ ഇതാ ബ്രസീൽ കണ്ടെത്തിയിരിക്കുന്ന രൂപത്തിലൊക്കെയായിരുന്നു അവനെപ്പറ്റി വിശേഷണങ്ങൾ. പക്ഷേ അവൻ സെൻട്രൽ ഫോർവേഡായി അവനെ പിടിച്ച് വിങ് കളിപ്പിച്ച് നശിപ്പിച്ച് അങ്ങ് കൊടുത്തിട്ട് അവസാനം പറയുന്നത് കണ്ടോ. ഏതായാലും ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 മില്യൺ യൂറോക്ക് അവനെ കൊണ്ടുപോകാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തയ്യാറാണ്. ജനുവരിയിൽ ഓഫർ കൊടുത്തേക്കും, പാൽമറാസിന് ഓഫർ കൊടുത്തേക്കും. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പാൽമിറാസ് അവനെ സ്വന്തമാക്കുന്നത്. 25 മില്യൺ യൂറോയായിരുന്നു അന്ന് കൊടുത്തത് പെർമനൻ്റായിട്ട് ബാഴ്സയിൽ നിന്ന് സൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവന് അവസരം കൊടുത്ത് അവനെ വീണ്ടും മികവിലേക്ക് എത്തിച്ച പാൽമിറാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നല്ല പോസിറ്റീവ് ഡീലായിരിക്കും. ബട്ട് പാൽമിറാസ് അങ്ങനെ അവനെപ്പോൾ കൊടുക്കാൻ തയ്യാറില്ല. 50 മില്യൺ അല്ല, അതിൻ്റെ വലിയ മില്യൺ തന്നാലും ഇപ്പോൾ അവനെ കൊടുക്കുന്നില്ല എന്ന നിലപാടിലാണ് പാൽമിറാസ് ഉള്ളത് എന്ന് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നു. വിക്ടർ റോക്ക് ഭാവിയിൽ, അധിക വിദൂര ഭാവിയിലല്ല, നിയറസ്റ്റ് ഫ്യൂച്ചറിൽ തന്നെ യൂറോപ്പിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവൻ്റെ ഡിസയർ എന്ന് പറഞ്ഞാൽ തനിക്ക് വീണ്ടും അവസരം തന്ന് തന്നെ ട്രാക്കിലാക്കാൻ വേണ്ടി സഹായിച്ച പാൽമിറാസിനോടൊപ്പം ചരിത്രം കുറിക്കുക എന്നുള്ളതാണ്, കിരീടങ്ങൾ ചൂടുക എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമേ യൂറോപ്പിലേക്കുള്ളൊരു പോക്കിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് നല്ല പ്രഷറുണ്ട് അവനെ കൊണ്ടുപോകാൻ. വിദേശ ടീമുകളൊക്കെ രംഗത്തുണ്ട്. എന്നാൽ അദ്ദേഹത്തെ ഇപ്പോൾ വിൽക്കുന്നതിനെക്കുറിച്ച് പാൽമിറാസും ചിന്തിക്കുന്നില്ല എന്നാണ് ESPN ബ്രസീലിൻ്റെ റിപ്പോർട്ട്. കാരണം ചെറിയ പ്രായമാണ്, അവന് ഇനിയും സമയമുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രായം ഇപ്പോൾ 20 വയസ്സേ ഉള്ളൂ. അതിനിടക്കാണ് ബാഴ്സയിൽ പോയിട്ട് ഈ വക അവസ്ഥയൊക്കെ ഉണ്ടാക്കിയത്. വല്ലാത്തൊരവസ്ഥയിലേക്ക് പയ്യനെ തള്ളിവിട്ടിട്ട് ഇപ്പോൾ വീണ്ടും അവനിങ്ങനെ കയറി വരുമ്പോൾ ഇതാ നമുക്ക് ക്യാഷ് കിട്ടാൻ പോകുന്നു പോസ്റ്റ് ഇടാൻ നാണമില്ലല്ലോ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.